ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലൊരു മുട്ട ബുർജി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതവിടെ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടയെടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതാ നമുക്കൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് വഴറ്റി കളറൊന്നും മാറി വരുമൊന്നും ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ഇതാ സവാള നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ പറയുക, ഇഞ്ചി ആട്ടാ. ഇഞ്ചി ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇഞ്ചി കുറച്ചെടുത്താൽ മതിയേ. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പച്ചമുളകും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്കൊരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള 2 അല്ലി എന്ന് പറയുമ്പോൾ നല്ല വലിപ്പമുള്ള അല്ലി കേട്ടോ. അതും കൂടി ഇതാ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഇനി അങ്ങ് വഴറ്റി കൊടുക്കണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ ഇതിവിടെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഞാൻ ഇത് ചോപ്പറിലിട്ട് ഒന്ന് ഇറക്കിയെടുത്തതിന് ശേഷം ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയിലുള്ള ആ ഒരു വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മുട്ടയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സവാളക്കും തക്കാളിക്കൊക്കെയുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇത് തക്കാളിയിലുള്ള ആ ഒരു വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ എന്താ പറയുക, ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള മുട്ട നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇതിന് നന്നായിട്ട് നമുക്ക് ഈ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ചിക്കി എടുക്കണം. ആ ഒരു മുട്ട നല്ലതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കൈ വെക്കാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് വറുത്ത് കിട്ടൂലേ, അതുവരെ വേറെ വേറെ ആയിട്ട് കിട്ടുമല്ലോ മുട്ട, അതുവരെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ ഇതാ മുട്ടയെല്ലാം നല്ല പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ ഒരു വെള്ളമെല്ലാം ഒന്ന് വറ്റി മുട്ട നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു തട്ടുകട സ്റ്റൈലുള്ള ഒരു മുട്ട ബുർജി ഇവിടെ തയ്യാറായി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.